ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രാപ്പ് മോഡൽ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 1 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മെഷർമെൻറ്റിലാണ് ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ജൂട്ടാണ്, ലൈനിങ് കോട്ടൻ്റെയാണ്. ഇത് രണ്ടും ഞാൻ 1/2 മീറ്റർ വീതമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നിവർത്തിയെടുത്ത ശേഷം നമ്മുടെ ചെസ്റ്റ് വിട്ടും അതുപോലെ തന്നെ ഹിപ്പ് വിട്ടും കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ട് ഞാനിവിടെ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൽ 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കുഴിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ആ 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2.5 ഇഞ്ചല്ലേ നമുക്ക് ആ നെക്കിൻ്റെ ഇറക്കം വേണ്ടത്. അതിൽ 1/2 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ബാക്കി 2 ഇഞ്ചാണ് വരുന്നത്. ആ 2 ഇഞ്ചിലാണ് നമ്മൾ സ്ട്രാപ്പ് ചെയ്യുന്നത്. ഇനി ആംഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം. നമ്മൾ 2 ഇഞ്ചിൽ സ്ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആംഹോളിൻ്റെ ഇറക്കം 4 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 ഇഞ്ച് കുറച്ചിട്ട് 2 ഇഞ്ച് മാത്രമാണ് ആംഹോൾ മാർക്ക് ചെയ്യുന്നത്. സ്ട്രാപ്പിനുള്ള 2 ഇഞ്ച് മാറ്റിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ എനിക്കിവിടെ 20 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ 5 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ചിലാണ് നമ്മൾ സ്ട്രാപ്പ് ചെയ്യുന്നത്. ആ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 ഇഞ്ച് ടേപ്പ് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. 9.5 ഇഞ്ച് ലെങ്തും അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്ത ശേഷം അവിടുത്തെ വിട്ട് ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ചരിച്ച് 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 പോയിന്റ് നമുക്കിതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി ഇത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. മെഷർമെൻറ്റൊക്കെ സെയിം തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. പിന്നെ 1/2 ഇഞ്ചും കൂടെ നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോത്ത്. ഇനി ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൻ്റെ പുറത്തായിട്ട് തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ സെയിം അളവിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത പീസില്ലേ, അത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. 2 പീസ് കണ്ടോ ഇതേപോലെ വെച്ചിട്ട് ഈ സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 1 പീസ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. സ്ട്രാപ്പിൻ്റെ വീതി എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ വീതിയാണ് എടുക്കേണ്ടത്. 2 ഇഞ്ചാണ് എനിക്കിവിടെ ഷോൾഡർ വരുന്നത്. ആ 2-ൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. 2 സൈഡും 1/4 ഇഞ്ച് വീതം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ആ ഒരു ബാക്കി നമുക്ക് 1.5 ഇഞ്ചാണ് വരുന്നത്. ആ 1.5 ഇഞ്ചിൻ്റെ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 1.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ഇഞ്ചാണ് നിങ്ങൾ കയറ്റി സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത് 2 ഇഞ്ചല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2-ൻ്റെ ഇരട്ടി എടുക്കണം, 4. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യണം. ഈ ഇരട്ടി എടുത്തത് നമുക്ക് 2 സൈഡും വേണമല്ലോ. ഒരു സൈഡ് മാത്രമല്ലേ നമ്മൾ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സൈഡും ആകുമ്പോൾ 4 ഇഞ്ച്.
അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുപോലെ നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലത്തേക്കുമായിട്ട് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ 2ആയിട്ട് ഈ പീസിനെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ അരികൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്ത ശേഷം ഇതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡ് ഒന്ന് നിവർത്തി എടുക്കണം. കണ്ടോ, ഇതേപോലെ നിവർത്തി എടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നോക്കി വെച്ച് കൊടുക്കണം. 2 സൈഡ് നമുക്ക് തയ്യൽ തുമ്പ് വേണം, അപ്പോൾ അതൊന്ന് വിട്ടിട്ട് വേണം സ്ട്രാപ്പ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കുഞ്ഞു കുട്ടിക്കല്ലേ, അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ എൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതുപോലെ നല്ല സൈഡ് എടുക്കണം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് അടുത്ത പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ സ്ട്രാപ്പ് വരുന്ന രീതിയിൽ വെക്കണം. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പീസ് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നു, ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പില്ലേ, അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ട്രാപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സ്ട്രാപ്പ് ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളത് ബാക്കിൽ ഹുക്ക് വെച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡ് നമ്മളിവിടെ സ്ട്രാപ്പ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. കറക്റ്റ് കണ്ടോ, ഇതേപോലെ ആ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2 സൈഡിലും വയ്ക്കാൻ വേണ്ടിയിട്ട് പടി കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഒരു പീസ് എടുത്തിട്ടുള്ളത് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ്. അത് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. 2 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ 2 ഇഞ്ച് വീതിയിൽ ഒറ്റ പീസായിട്ട് എടുത്താലും മതി. മറ്റേ പീസ് 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് എടുക്കുമ്പോൾ നമുക്കവിടെ എത്രയാണോ ലെങ്ത് വരുന്നത് അതനുസരിച്ച് എടുക്കണം. അതിനെക്കാട്ടിലും 2 ഇഞ്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിൽ എടുക്കുക. ഇനി നമുക്ക് ഈ പീസിൻ്റെ ചീത്ത സൈഡിലായിട്ട് നമ്മുടെ പടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പടി ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്, അതുകൊണ്ടത് ഫുള്ളായിട്ട് ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡിൽ വരുന്നത് 1.5 ഇഞ്ച് വീതിയുള്ള പടിയാണ്. അത് നല്ല സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ 1/2 ഇഞ്ച് മാത്രം മതി, ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ എക്സ്ട്രാ വന്നത് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസിൻ്റെ പുറത്തായിട്ട് ഈ പീസ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് വെച്ച് നോക്കണം. കറക്റ്റ് 2 പീസും ഒരേ ലെങ്തിൽ തന്നെ കിട്ടണം. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ താഴ്ഭാഗമൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സൈഡ് എത്ര ഇഞ്ചാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഹുക്കും അയ്യും ആണ് വെച്ച് കൊടുക്കാനായിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഹുക്കും മറു സൈഡിൽ അയ്യും ആണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ സ്ട്രാപ്പിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിനെ 2-3 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് എത്ര ഫ്ലവറാണോ വേണ്ടത് അതനുസരിച്ച് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എടുത്ത ആ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പില്ലേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പമുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ സൈഡൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആ നൂലൊന്നും ഇളകി പോകാതെ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു അരിക്കിരുന്നോളും. ഇതുപോലെ തന്നെ എല്ലാ പീസും ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ചില്ലേ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മറു സൈഡ് വഴി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് വരെ ആ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയില്ലേ അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് നമ്മളിതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിട്ട് എടുക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് വരെ എത്തണം. എന്നിട്ട് ഇതുപോലെ നൂലൊന്ന് വലിച്ചു പിടിക്കണം. നന്നായിട്ട് കെട്ടിട്ടൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കണം. ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയ ശേഷം ആ സെൻറ്ററിലായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. നീഡിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് എടുത്തിട്ട് ബാക്ക് സൈഡിലും ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു ഫ്ലവർ ഇരുന്നോളും. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ചെറിയ സൈസ് നീഡിലാണ് വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് കുത്തി എടുത്ത ശേഷം ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബീഡ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് നീഡിൽ അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും മുകളിലോട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണോ ബീഡ് അവിടെ റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്
അതനുസരിച്ചിട്ട് ബീഡ് കോർത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കുറച്ച് കയറ്റിയിട്ട് റൗണ്ട് ചെയ്ത് നോക്കണം. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബീഡ് ഇതുപോലെ കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബീഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി കുറച്ച് വലിയ സൈസ് സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജോലി എളുപ്പമായിരിക്കും. അപ്പോൾ ബീഡ് ഞാനിവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു സ്ട്രാപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത നീഡിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ത്രെഡും നീഡിലും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സ്ട്രാപ്പുമായിട്ട് ഈ ഫ്ലവർ നല്ല ജോയിൻ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ചധികം ഫ്ലവർ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സ്ട്രാപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എത്ര ഫ്ലവറാണ് വേണ്ടത് അതൊന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്തത് തന്നെ ആദ്യം വെച്ച് കൊടുത്തതാണ്. ഇതുപോലെ തന്നെ ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവറിൻ്റെ ആ ഒരു സൈസ് എടുത്തിട്ടുള്ളത് ആ സ്ട്രാപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ വെച്ചിട്ടുള്ള ആ സ്ട്രാപ്പ് കാണാതെ ഫ്ലവർ മാത്രം നമുക്കിങ്ങനെ കാണത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നെക്കിൽ ചെറിയ രീതിയിൽ ബീഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇനി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.